ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ മുത്തശ്ശനും ഗോവിന്ദേട്ടനും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഒരുപാട് ആലോചനകൾ, ഒരുപാട് പയ്യന്മാർ നന്ദുവിന് വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ശരിയായില്ല. പക്ഷേ ഇപ്പോൾ നവീൻ്റെ ആലോചന വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്ന് ഗോവിന്ദേട്ടൻ പറയാം. കാരണം അവർക്ക് പരസ്പരം അറിയാം. ബാക്കിയുള്ളതൊക്കെ നന്ദുവായിട്ട് എങ്ങനെ ചേർന്ന് പോകുമെന്നുള്ള പേടിയായിരുന്നു. ഇതിപ്പോൾ നവീന് മോളെ നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ അവർ പരസ്പരം ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരുമാണ്. കൂടുതൽ നവീൻ മോനാണ് നന്ദു എന്നെ സഹായിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നവീൻ നല്ല പയ്യനാണ്. അവൻ മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നത്. നവീൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം. രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുന്നു. മുത്തശ്ശ എന്നും പറഞ്ഞ് ഓടി വന്ന് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് നവീൻ ഭയങ്കര സ്നേഹവും പ്രകടിപ്പിക്കുകയാണ്. മോൻ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നവീൻ ഇവരുടെ അടുത്ത് വന്നിരുന്നു. ഒരുപാട് വലിയ കാര്യങ്ങൾ മോൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നും മുത്തശ്ശനെന്താ വരാത്തതെന്നും മൂർത്തി മുത്തശ്ശൻ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ വല്യമ്മയുടെ വീട്ടിൽ പോയിരിക്കുക, എല്ലാ ഉത്രാടത്തിനും അങ്ങനെ ഒരു പതിവുള്ളതാണെന്ന് നവീൻ പറഞ്ഞു. ഞങ്ങൾ മോനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ഗോവിന്ദേട്ടൻ പറയാം. അല്ല അങ്കിൾ എന്നിട്ട് കുറേ നേരമായോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ രാത്രിയിലെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പോകാം, അമ്മയെ വിളിച്ച് പറഞ്ഞേക്ക, ഫുഡൊന്നും ഒരുക്കണ്ടാന്ന്. അപ്പം അത് ഞാൻ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞു നവീൻ. ചോദിക്കുന്നത് ശരിയല്ല, എങ്കിലും നാളെ തിരുവോണ സദ്യക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അയ്യോ ഇല്ല, അമ്മയും മുത്തശ്ശനും കൂടെ വന്നിരുന്നെങ്കിൽ ഞാൻ വന്നേനെ എന്ന് നവീൻ പറയാം. അപ്പോഴേക്കും കനക ഓടി ഇറങ്ങി വരുന്നു നവീൻ മോനെ കണ്ട സന്തോഷത്തിൽ. ഇത് നവീൻ മോൻ വന്നായിരുന്നോ എന്നും ചോദിച്ച്. അപ്പോൾ പറഞ്ഞിരിക്കണം. അല്ല നന്ദു വന്നില്ലേ? മോൻ കൊണ്ടുവരാൻ പറഞ്ഞതുകൊണ്ടേ അവളെയും കൂട്ടി തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കനക പറഞ്ഞു. അപ്പോൾ മോളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അയ്യോ വിളിക്കണമെന്നൊന്നുമില്ല, നന്ദു ചിലപ്പോൾ ചേച്ചിമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു നവീൻ. മോൻ വരുമ്പോൾ മോനുമായിട്ട് നിങ്ങൾ സംസാരിക്കണ്ടേ? അപ്പം ഞാനും ഇവിടുത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുള്ളതന്നെ. അപ്പം നീ പോയി മോളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഗോവിന്ദേട്ടൻ. ശരിയെന്നും പറഞ്ഞ് കനക അകത്തേക്ക് കയറിപ്പോയി. അനിയില്ലേ ഇവിടെ? ഉണ്ട്. അവനിപ്പോൾ പഴയതുപോലെ എന്നെ വിളിക്കുന്നൊന്നുമില്ല എന്ന് നമ്മുടെ നവീൻ പറഞ്ഞു. അപ്പോൾ അതെ അകത്ത് നമ്മുടെ നയനിയും നന്ദുവൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും അല്ല മോളെ നമ്മളുടെയൊക്കെ ജീവിതം നീങ്ങുന്നത്. ഞാൻ ആദർശേട്ടനെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്ന് നയന. അതിന് നന്ദി പറയേണ്ടതേ എന്നോടാണെന്നോ നവ്യ. അന്നേരം ഞാനൊരു തരകട കാണിച്ചത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായതെന്ന് നവ്യ പറയാം. അന്ന് ഞാൻ അത്യാഗ്രഹത്തോടെ അഭിയെ വേണമെന്ന് ആഗ്രഹിച്ചു. അതിനെനിക്കിടെ കിട്ടേണ്ട ശിക്ഷയെല്ലാം കിട്ടുകയും ചെയ്തു എന്നും പറഞ്ഞു. ഇവിടെ പക്ഷേ നവീൻ ഒരു പോരായ്മയും കണ്ടെത്താൻ ആർക്കും പറ്റില്ലല്ലോ. നവീനായി പോയതാണ് കുഴപ്പമായതെന്ന് നവ്യ അന്നേരം പറഞ്ഞു. അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും പോലും അവനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും അതേ മണവാളൻ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് കനക അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. എൻ്റെ മക്കളെ, നിങ്ങളെന്തിനാ ഇങ്ങനെ നോക്കുന്നേ? നവീൻമോൻ വന്നെന്നാ പറഞ്ഞേ, ചെല്ല് അങ്ങോട്ടെന്ന് പറഞ്ഞ് നന്ദുവിനെ ഓടിച്ചു വിടാൻ നോക്കുമ്പോൾ ചെല്ലും മോളെ, സന്തോഷത്തോടെ പോയി സംസാരിക്കാൻ പറഞ്ഞു നയന. അല്ലെങ്കിൽ തന്നെ മുത്തശ്ശനേക്കാളും പേരെടുത്ത കൊച്ചുമോനല്ലേ, പിന്നെ സന്തോഷിക്കാതിരിക്കേണ്ട കാര്യം എന്താണെന്ന് കനക ചോദിക്കുക. നീ ചെല്ല്, സന്തോഷത്തോടെ ചെല്ല്, പോ എന്നും പറഞ്ഞുകൊണ്ട് കനക ഓടിച്ചോടിച്ച് വിടുക. അവളുടെ മനസ്സിലിപ്പോഴും അനിയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് നവ്യ പറയുമ്പോൾ നാഴികയ്ക്ക് 40 വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവളുടെ മനസ്സിൽ അനിയുണ്ടെങ്കിൽ അത് എടുത്ത് കളയണം എന്നുള്ളത്. അങ്ങനെ കളയാനേ ഞങ്ങൾ സൈക്യാട്രിസ്റ്റൊന്നും അല്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു നേരം നയന. സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് കഴിയുന്നതിനേക്കാളും നന്നായിട്ട് നിങ്ങളെ കൊണ്ട് അത് കഴിയും, പ്രത്യേകിച്ച് നിനക്ക്. എന്നെയും ഗോവിന്ദേട്ടനേക്കാളും കൂടുതൽ പ്രിയം നിന്നോടാ അവൾക്ക്, അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. നീ ആദർശ മോനും കൂടെ ശാന്തമായി ഉപദേശിച്ചാലേ അവൾ എന്തും കേൾക്കും. പിന്നെ ഇപ്പം നിൻ്റെ അവസ്ഥയൊക്കെ അറിയാവുന്നത് കൊണ്ടേ നിന്നോട് അവൾക്ക് കുറച്ച് സിമ്പതിയും സ്നേഹക്കൂടുതലൊക്കെയാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാലേ നിങ്ങൾ മുതലാക്കുക വേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ഇനി അവൾ ഈ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിടില്ല. പിന്നെ നവീനെ പോലൊരു പയ്യനെ ഈ ജന്മത്ത് നന്ദുവിന് കിട്ടാനും പോകുന്നില്ല. അനിയത്തിയുടെ നല്ല ജീവിതമാണ് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു വഴക്കിനിടെ ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് അവരെ ഒരുമിപ്പിക്കാൻ നോക്കാൻ പറഞ്ഞു. അന്നേരം അമ്മ ഒരു സമയത്ത് പണക്കാരുടെ വീട്ടിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടാനാണ് അമ്മയും ആഗ്രഹിച്ചത്. അതേ ചിന്ത തന്നെയായിരുന്നു എനിക്കും. അതുകൊണ്ടാണ് ആദർശേട്ടനേക്കാളും മിടുക്കനാണ് അഭിയെന്ന് കരുതി ഞാൻ അവൻ്റെ പിന്നാലെ പോയതെന്ന് നവ്യ പറയാണ്. ഈ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, സ്വത്തിനേക്കാളും പണത്തിനേക്കാളും ഒക്കെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന്. അങ്ങനെയുള്ളപ്പോഴേ നന്ദുവിൻ്റെ മനസ്സിനാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടതെന്നും പറയണം. അപ്പോൾ നീ മിണ്ടിപ്പോകരുത്.
ഈ വീട്ടിനകത്ത് യുദ്ധം ഉണ്ടാക്കാനാണോ നീ നോക്കുന്നതെന്ന് കനക അന്നേരം ചോദിച്ചു. ദേ, ജാനകിയുടെ മുഖത്ത് നോക്കിയാണ് ഞാൻ പറഞ്ഞത്. അവർ ഈ കല്യാണത്തെ അനുകൂലിച്ചാലും ഞാനും ഗോവിന്ദേട്ടനും അനുകൂലിക്കില്ലെന്ന്. അപ്പം അതിനാരും തടസ്സമല്ലല്ലോ അമ്മേ. പക്ഷെ നന്ദുവിൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് നവ്യ. അതൊക്കെ അങ്ങനെ തന്നെയാണ്. ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പയ്യന്മാരെ മറക്കാൻ പെൺകുട്ടികൾക്ക് വലിയ പാട് തന്നെയാണ്. നവീൻ മോനുമായിട്ടുള്ള ആ ഒരു കല്യാണം കഴിയുന്നതോടെ അവരങ്ങ് ഒത്തുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നവീൻ മോനെക്കുറിച്ച് അവൾ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. കല്യാണം ഇപ്പം വേണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞതുപോലെ അവളുടെ മനസ്സിൽ അനി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഞങ്ങൾക്കറിയാം. ആ പയ്യൻ്റെ കാര്യം കണ്ടില്ലേ, അവൻ്റെ മുഖത്തൊരു ചിരി പോലും ഇല്ല. അവനും ശരിക്കും വിഷമിച്ചൊക്കെ തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ സ്നേഹിച്ച ആണുങ്ങൾ വിഷമിച്ച് നടക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരലിവൊക്കെ തോന്നും. അത് കല്യാണം കഴിയുന്നതോടെ അങ്ങ് മാറുകയും ചെയ്തോളൂ. പിന്നെ അനിയെ മോഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെങ്കൊച്ചിവിടെ ഉണ്ടല്ലോ, ജലജയുടെ മോള്. അവൾ തരക്കേടില്ലാത്ത കൊച്ചല്ലേ, അവളെ അനി അങ്ങ് കെട്ടട്ടെ. അന്നേരം അവന്തികയെ അനി കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് നയന പറഞ്ഞു. അവളെ വെറും പെങ്ങളായിട്ടേ കാണുന്നുള്ളൂ നവൻ പറയുന്നതെന്ന് പറയുമ്പം അതൊക്കെ അവരുടെ കാര്യം. നമ്മൾ എത്ര വില കൊടുത്തും നന്ദൂട്ടനും നവീനുമായിട്ടുള്ള കല്യാണം നടത്തിയെടുക്കണം. നവീൻ്റെ അമ്മ പോലും ഇപ്പം അതിനെ അനുകൂലിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇന്നത്തെ ദിവസം അവളെയും കുട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് പോലും അവൻ പറഞ്ഞത്. പാവം, അവന് നന്ദൂട്ടനെ കണ്ട് കൊതി തീർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കനക. അപ്പോൾ അതേ താഴെ അവിടെ ഗോവിന്ദനൊക്കെ സംസാരിക്കും. നന്ദു ഇളയതായതുകൊണ്ട് ഇനിയൊരു കല്യാണം ഞങ്ങൾക്കില്ല, അതുകൊണ്ട് വിളിക്കാനുള്ളവരെയൊക്കെ വിളിക്കണമെന്നും പറഞ്ഞ് ഗോവിന്ദേട്ടൻ പറയാം. അപ്പോൾ ഓഡിറ്റോറിയം ഞങ്ങൾ ബുക്ക് ചെയ്തോളാം, പിന്നെ മറ്റു കാര്യങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാമെന്ന് മുത്തശ്ശൻ. എത്ര ആൾക്കാരെ വേണമെങ്കിലും വിളിച്ചോ, കല്യാണം നമുക്ക് ഗംഭീരമാക്കണമെന്ന് പറഞ്ഞു. സാറിനെ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട് കേട്ടോ എന്ന് ഗോവിന്ദേട്ടൻ എന്തായാലും പറഞ്ഞു. എന്താണോ ഗോവിന്ദ താനി പറയുന്നേ, അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണോ? നവീൻ്റെ ഭാഗത്തുനിന്ന് 30,000 പേരുണ്ടാകും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അത്രയും തന്നെ ആളുണ്ടാകണമെന്ന് ഞാനല്ലേ പറഞ്ഞതെന്നും താനും കനകയും അച്ഛനും അമ്മയുമായിട്ട് അവിടെ നിന്ന് വന്നാൽ മതി, ബാക്കി എൻ്റെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും കൂടെയൊക്കെ നോക്കിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ദേ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. മോള് വന്നല്ലോ. ഒരു ചിരിയും ചിരിച്ച് നിൽക്കുക നമ്മുടെ നന്ദു. അപ്പോൾ മോളെ, കൃത്യസമയത്ത് നവീൻ എത്തി കേട്ടോ എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മിണ്ടാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ മുത്തശ്ശൻ. അപ്പം നമ്മൾ കാരണവന്മാരതിന് തടസ്സമാകാത്തല്ലേ ഗോവിന്ദ നല്ലത്. അപ്പോൾ അതേ ഇതിന് ഗോവിന്ദേട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും ഇല്ല മുത്തശ്ശ എന്ന് നന്ദു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ ഞങ്ങളെപ്പോഴും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് നവീൻ ചോദിക്കുമ്പം അത് വക്കീലും SIയും എന്നുള്ള രീതിയിൽ കാണുന്നതല്ലേ, പ്രൊഫഷനുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ അതങ്ങനെയല്ലല്ലോ. കല്യാണത്തിന് മുൻപേ കുറച്ച് പ്രേമിക്കുന്നതൊക്കെ നല്ലതാണെന്ന് നമ്മുടെ മുത്തശ്ശൻ. നന്ദു അന്നേരം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കാം. താനിങ്ങ് വാടോ ഗോവിന്ദ എന്ന് പറഞ്ഞ് ഗോവിന്ദനെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശനകത്തേക്ക് കയറിപ്പോയി. അവരങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നന്ദു ഒരു വലിച്ച് ചിരിയൊക്കെ ചിരിച്ച് നിൽക്കാം. എന്താണോ ഒരു പരിങ്ങൽ? ഒന്നുമില്ല നവീനേട്ടാ. അല്ല, ഞാൻ വന്നത് ബുദ്ധിമുട്ടായതുപോലെ. അയ്യോ, ബുദ്ധിമുട്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നവീനേട്ടാ. മുഖം അത് കള്ളം പറയില്ല എന്ന് നമ്മുടെ നവീൻ പറഞ്ഞു. ഞാനിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞതാ നന്ദുവിന് ഇവിടെ വരാൻ വഴിയൊരുക്കിയത്. അല്ലെങ്കിൽ നന്ദുവിന് അച്ഛനും അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുമ്പം അങ്ങനൊന്നും ഇല്ല, എനിക്കിങ്ങോട്ട് വരാൻ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല, അതെന്താ നവീനേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പം കഥകൾ പലതും എനിക്കും അറിയാം എന്ന് നവീൻ. പിന്നെ ഞാൻ ഓണമായിട്ട് ഗിഫ്റ്റൊന്നും കരുതിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ഇവിടെ എല്ലാവർക്കും ഓരോരോ ഗിഫ്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നവീനേട്ടൻ ഒന്നും വാങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് നന്ദു. അത് ശരിയാ, ഇനി അങ്ങോട്ട് ഗിഫ്റ്റുകൾ തരേണ്ടത് ഞാനാണല്ലോ അല്ലേ എന്ന് നവീൻ എന്നും പറഞ്ഞ് നന്ദു ചിരിച്ചുകൊണ്ട് നിൽക്കുവാണേ. നന്ദു വെട്ട് നിൽക്കുക. ആ സമയം എന്തെങ്കിലും ഒന്ന് പറ, നമ്മൾ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാവരും പോയതല്ലേ എന്ന് ചോദിക്കുമ്പം ഞാനെന്ത് പറയാനാണെന്ന് ചോദിച്ചു. നിനക്ക് ഒരുപാട് പറയണം എന്നുണ്ട്. പിന്നെ എന്താ മോളെ, അനിയെപ്പോലെ നീയും മനസ്സ് തുറക്കാത്തത്? ആ മനസ്സ് വായിച്ചെടുത്തവനല്ലേ ഞാൻ എന്ന് നമ്മുടെ നവീൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അവിടെ നിന്ന് അനി എവിടെ, അവൻ ഒളിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുന്നേ ഞാൻ അവനെ വിളിച്ചതാണല്ലോ, പക്ഷെ അവൻ കോൾ എടുത്തില്ല. എന്തോ എന്നോട് പിണക്കമുള്ളത് പോലെയാണ് അവൻ കാണിക്കുന്നത്. അപ്പോഴും നമ്മുടെ അനി മുകളിൽ ഫോണും കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കനക അതുവഴി വരുന്നത്. അപ്പോൾ അനിയെ കണ്ടപ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് നമ്മുടെ കനകയുടെ മുഖം അങ്ങ് വാടി. എന്നിട്ട് ഇങ്ങനെ നോക്കുവാണേ. അപ്പോൾ അനി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കനക ഇങ്ങനെ നോക്കുന്നു. അനിയൊന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നടന്നു വരുമ്പം അതേ മോനെ ഇപ്പം മുകളിലോട്ട് പോവണ്ട. അതെന്താ പോയാൽ? അല്ല, അവിടെ എൻ്റെ ഇളയ മരുമോൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം മരുമോനോ? അതെ,
നാളെ മരുമോനാകാൻ പോകുന്ന നവീൻ മോനെ. അപ്പോഴത്തേക്ക് അനി എന്ന് പറഞ്ഞ് നിൽക്കുക. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ പോയാലെന്താ കുഴപ്പം? നവീൻ എൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ അടുത്തേക്ക് പോകുന്നതിന് എന്നെ വിലക്കേണ്ട കാര്യമുണ്ടോ ആൻറ്റി എന്ന് ചോദിക്കുമ്പം പിന്നെ ഞാനിപ്പം അങ്ങോട്ട് ചെല്ലാതിരുന്നാലാ പ്രശ്നം. അതിൻ്റെ പേരിൽ അവൻ ഇനി എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു അനി. എന്തിന്? ഇപ്പം തന്നെ ഞാൻ വഴിമാറി നടക്കുന്നു, വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ പരാതിയോട് പരാതിയാണെന്ന് അനി പറയാട്ടോ. എന്നാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല എന്ന് കനക. അങ്ങനെ നമ്മുടെ അനി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അതെ അത് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ നന്ദുവിനോട് അധികം ഒന്നും സംസാരിക്കേണ്ട കേട്ടോ മോനെ എന്ന് കനക. അപ്പോൾ ഗോവിന്ദേട്ടൻ അങ്ങോട്ടേക്ക് വരിക. ഗോവിന്ദേട്ടാ, അല്ല നവീനും നന്ദും സംസാരിക്കുന്നിടത്തേക്ക് അനുമോനോട് ഞാൻ പോവണ്ടെന്ന് പറയായിരുന്നു എന്ന് പറയും. പോയാൽ ആകാശം നെടിഞ്ഞു വീഴില്ലല്ലോ അങ്കിളേന്ന് നമ്മുടെ അനി. അതും പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും കനകയ്ക്ക് ദേഷ്യം ഇടിക്കാനായിട്ട് നോക്കാം. ഇതാണ് ഈ പയ്യൻ്റെ കുഴപ്പം. പോവണ്ടെന്ന് പറഞ്ഞാൽ അവൻ അങ്ങ് പോകും. അങ്ങനെ പോയാലും പോയില്ലെങ്കിലും നമ്മളതൊന്നും കാര്യമാക്കേണ്ട കനകയെന്ന് ഗോവിന്ദേട്ടൻ പറയുക. വിവാഹം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ആര് വിചാരിച്ചാലും അത് വേണ്ടെന്ന് വെക്കാനൊന്നും പറ്റത്തില്ല എന്നും ഗോവിന്ദേട്ടൻ. എന്നാലും ഗോവിന്ദേട്ട, അവസാന നിമിഷം നവീൻ മോൻ പിന്മാറിയാലേ പിന്നെ ആകെ കുഴഞ്ഞത് തന്നെയാണെന്ന് കനക. അതുകൊണ്ടാണ് കല്യാണം വരെ അനിയും നന്ദുവും തമ്മിൽ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല കനകെ. അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സീരിയസ് ആയിട്ട് അനിയോട് സംസാരിച്ചിട്ടുണ്ട്, പിന്നെ ആദർശം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ചതിക്കില്ല, ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ സമയത്ത് ഇവിടേക്ക് നന്ദുവിന് വരാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നവീൻ സംസാരിക്കാം. അത് മനസ്സിലാക്കിയിട്ടാണ് നന്ദുവിനെയും കൂടി കൂട്ടണമെന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞത്. ഇന്നത്തെ ദിവസം ഇവിടെ എല്ലാവരും ഒത്തുകൂടുമ്പം നീ മാത്രം മാറി നിൽക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ നവീൻ ഇങ്ങനെ ചോദിക്കുക. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വിവാഹമൊക്കെ ഫിക്സ് ചെയ്തതല്ലേ, അപ്പോൾ പിന്നെ നീ ഇവിടേക്ക് വരുന്നതിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും പിടി വിട്ട് നമ്മുടെ അനി മുകളിലേക്ക് കയറി വരിക. അനിയെ കണ്ടപ്പോഴത്തേക്കും നന്ദുവിന് ഭയങ്കര വിഷമം. നന്ദു ആണെങ്കിൽ ഇങ്ങനെ വല്ലാത്തൊരിതിൽ നിൽക്കുന്നു. അനി കയറി വന്നപ്പം ദേ വരുന്നു നന്ദുവിനെ ഇവിടെ നിന്ന് അകറ്റുന്ന ഒരാൾ. എന്താടാ നിൻ്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? ഞാൻ വന്നത് എന്താടാ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. നീ വരുമെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നല്ലോ. അപ്പം നീ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടില്ല, നിൻ്റെ മുത്തശ്ശനാ എന്നെ ക്ഷണിച്ചത്. നാളെ നീ ഓണസദ്യക്ക് വരുമോയെന്ന് ചോദിച്ചു. അതെൻ്റെ വീട്ടുകാർക്കൊപ്പം കഴിക്കുന്നതല്ലേടാ, അതുകൊണ്ട് വരത്തില്ല. ഇന്ന് മാക്സിമം ഇവിടെ ചിലവഴിച്ചിട്ട് പോകാമെന്നാണ് കരുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഹനിയും നന്ദു ഇങ്ങനെ നോക്കുക. പിന്നെ ഇന്നത്തെ ദിവസം നിൻ്റെ മുത്തശ്ശൻ വിളിച്ചതേ ഒരു ഭാഗ്യമായിട്ടാട്ടോ ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നന്ദുവായിട്ട് ഒരുപാട് നേരം അടുത്തിടപഴകാനൊരു അവസരമൊക്കെ കിട്ടുമല്ലോ. ഏത് കെട്ടാൻ പോകുന്ന പെൺകുട്ടി ഇങ്ങനെ അടുത്ത് കാണാൻ കിട്ടുന്നതേ ഒരു സന്തോഷമല്ലേടാ എന്നൊക്കെ നവീൻ ഇങ്ങനെ ചോദിക്കാം. നന്ദു ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നു. അനിയും അല്ല ഇന്നിവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, കസേര കളിയോ മുറിയടിയോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല എന്താടാ നിനക്കൊരു താല്പര്യമില്ലാത്തവരെ നീ സംസാരിക്കുന്നേ? എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ലടാ. എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിന് ഭയങ്കര ധർമ്മസങ്കടം. അവനാകെ മൂഡ് ഓഫ് ആണല്ലോ നന്ദു. അനിയും സങ്കടത്തിൽ നിൽക്കാം, ഞാൻ വന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ തോന്നുന്നതാ. നമുക്കെല്ലാവർക്കും ദൈവം നാവ് തന്നിട്ടുണ്ട്. ആ നാവ് തന്നിരിക്കുന്നത് സമയത്ത് കാര്യങ്ങൾ പറയാനാണെന്ന് നവീൻ പറയണം. അവനത് ചെയ്തില്ല, ഞാനത് ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് നന്ദുവിനെ കിട്ടാൻ പോകുന്നത് എന്ന് നവീൻ പറയാം. നന്ദു ആണെങ്കിലൊന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങനെ ഇരിക്കുന്നു. മക്കളെല്ലാവരും കസേര കളിക്കൊക്കെയുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തുവാണ്. അപ്പോൾ ആദർശ് പറഞ്ഞു വീട്ടിലെ കാരണവന്മാർക്ക് ഇങ്ങനെ എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലെന്ന്. ഈ വയസ്സാം കാലത്ത് ഞങ്ങളില്ല. ഒന്നാമത് ഉറിയടിയിൽ പങ്കെടുത്ത് ഞാൻ നല്ല ക്ഷീണത്തിലാണെന്ന് മുത്തശ്ശൻ അന്നേരം പറയാം. ക്ഷീണിച്ച കാര്യമൊന്നും മുത്തശ്ശൻ പറയണ്ട, അവസാനം മുറിയടിയിൽ ജയിച്ചത് മുത്തശ്ശൻ തന്നെയല്ലേ എന്ന് ആദർശ് ചോദിക്കും. അപ്പോൾ അത് പിന്നെ എല്ലാവരേക്കാളും ഹൈറ്റ് അച്ഛനല്ലേ എന്ന് ജയൻ പറഞ്ഞു. അതുമാത്രമാണോ, നമ്മളിങ്ങനെ ശരീരം അനക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊരു ആവേശമായിരുന്നു, മുകളിലേക്ക് ഒറ്റ ചാട്ടമല്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇന്നും ഇദ്ദേഹം നിവർന്നു നിന്നാലേ നിങ്ങൾ ആരും ഇദ്ദേഹത്തിനൊപ്പം നിൽക്കില്ലടാന്ന് മുത്തശ്ശി, ഇതേ പഴയ കളരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും നന്ദുവും ദേവയാനിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അവരിറങ്ങി വന്നപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയല്ലേ. സമയത്ത് നമ്മുടെ അനി ഇങ്ങനെ നന്ദുവിനെ നോക്കുക കേട്ടോ, നന്ദു അനിയെയും നോക്കുക. ആ സമയം നമ്മുടെ നവീൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നവീൻ എന്നിട്ടിങ്ങനെ ഇവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നു. ആ സമയത്ത് ജാനകി ഇങ്ങനെ തുറിച്ച് നോക്കുവാണ് നന്ദുവിന്. അപ്പോൾ അടുത്ത ഐറ്റം കസേര കളിയാണെന്ന് അജയൻ. അപ്പോഴത്തേക്കും ഗോവിന്ദനും കനകയും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക. അങ്ങനെ എല്ലാവരും കളികൾക്കുള്ള ആ ഒരു ഇതിലാണ്. ആ സമയത്ത് അല്ല
നിങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് എന്തെങ്കിലും സംസാരിച്ചു എന്ന് കനക പറയുമ്പം എപ്പോഴും എന്ത് സംസാരിക്കാനാ ആൻറ്റി എന്ന് നവീൻ ചോദിച്ചു. എന്നാലും അതല്ലല്ലോ, രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, നന്ദുവിനെ കാണാൻ കൂടിയല്ലേ നവീൻ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ നവീൻ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക. ആ അതെ, ചെല്ല് മോളെ ചെല്ല് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരെയും കൂടെ കനക പറഞ്ഞു വിടുന്നു. അപ്പോഴത്തേക്കും അവന്തികയും ജലജയും നവിയും കൂടെ ഇറങ്ങി വരിക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് മാറിപ്പോണു. സമയം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അഭി വന്നില്ലല്ലോ എന്ന് മുത്തശ്ശി. അനഘമോളിരിക്കുന്ന വേദിയിൽ അവന് വരാൻ പ്രയാസം കാണുമെന്ന് മുത്തശ്ശൻ പറയാം. അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ആഘോഷം നടക്കുമ്പോൾ അവനും അവൻ്റെ അമ്മയും പങ്കെടുക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും കേട്ടോ. അല്ലെങ്കിൽ തന്നെ നവ്യമോള നിശ്ചയിക്കുന്ന അത്രയും കാലമാണ് അവൻ ഈ വീട്ടിൽ ആയുസ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അത് കേട്ടപ്പോൾ ജലജ ഞെട്ടി നിൽക്കുക. ഒരു രോഗം വന്നതിന് ശേഷം ഞാൻ ഒരുപാട് മാറി വസുന്ധരെ, അല്ലെങ്കിൽ അവനെ വെട്ടി കീറിയാനേന്നും പറഞ്ഞു മുത്തശ്ശൻ തൻ്റെ ദേഷ്യം മുഴുവൻ അവിടെ കാണിക്കുക അനന്തപുരിയിൽ എല്ലാവരുടെയും മുന്നിൽ. ഈ സമയത്ത് നന്ദുവും അതുപോലെ നവീനും കൂടെ സംസാരിക്കുന്നത് കണ്ട് കിളി പോയി നിൽക്കുവാണ് അനി. അപ്പോഴത്തേക്കും ജലജ നീ പോയി അനിയുടെ അടുത്ത് നിൽക്കാൻ പറയാം. കേൾക്കാൻ നോക്കിയിരിക്കായിരുന്നു. മോൾ ഓടി ചെന്ന് അനിയുടെ അടുത്തിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യവും വന്നു. ജലജ ഓടി ജാനകിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നോക്കി അവർ തമ്മിൽ എന്തൊരു ചേർച്ചയാന്ന്, എന്നിട്ട് നിന്റെ മോൻ്റെ മനസ്സലിയുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ. അപ്പോൾ അതൊക്കെ അലിഞ്ഞോളും, ദേ അവിടെ മാറി നിന്ന് രണ്ടുപേരും സംസാരിക്കുന്നില്ലേ, അവരുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് ജാനകി. എങ്കിലും അനി പലപ്പോഴും നോക്കുന്നത് നന്ദുവിനെ തന്നെയാണെന്ന് ജലജ. ഇവിടെ ഓരോ പരിപാടികളും നടക്കുമ്പോഴും നീ അത് ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ നിന്റെ മോൾക്ക് അനിയെ വേണ്ടതുകൊണ്ട് നീ അവന്തിക്കൊക്കെ ഏതു നേരവും അനിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവൻ്റെ ചെറിയ മിസ്റ്റേക്ക് പോലും നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് ജലജയോട് ജാനകി പറഞ്ഞു. അത് ശരിയാ, എന്ന് വെച്ചാൽ എൻ്റെ മരുമോനായി ഞാൻ അവനെ കണ്ടുപോയി ജാനകി എന്ന് ജലജ. അപ്പോഴേക്കും അവിടെ കളി ആരംഭിക്കുവാണ്. നമുക്ക് കസേരകളി തുടങ്ങാമെന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു. ആ സമയത്ത് ദേ ഞങ്ങൾ ജഡ്ജസായിട്ട് ഇവിടെ ഇരുന്നോളാം, ആരെങ്കിലും കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ കൈയോടെ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞു. അല്ല ഇനി ചിലരുകൂടി ഇങ്ങോട്ട് വരാനുണ്ടല്ലോ. അപ്പം അതെ ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞ നയനയും അനഖയും കുഞ്ഞും കൂടി അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അവർ 3 പേര് വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കട്ടെ മോളെന്നും പറഞ്ഞുകൊണ്ട് അനഖയെ വിളിച്ച് അവിടെ തൊട്ടടുത്ത് ഇരുത്തി മുത്തശ്ശി. ജലജയ്ക്കും ജാനകിക്കും ഒന്നും അത് പിടിച്ചിട്ടില്ല. മോള് കസേരകളിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ചന്തുമോളോട്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. മോളിങ്ങ് വരാൻ പറഞ്ഞു. മുത്തശ്ശൻ്റെ മടിയിൽ ഇരിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ അടുത്തിരുത്തി. ഇനി കസേരകളി തുടങ്ങിക്കോളാം മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ കസേര കളിക്കുക. അങ്ങനെ എല്ലാവരും കസേര കളിച്ചു. അപ്പോൾ ജലജ തോറ്റുപോയി. അപ്പം ജലജ ആദ്യം പുറത്ത് പോയപ്പോൾ ഞാൻ സമ്മതിക്കത്തില്ല, ഇത് കള്ളക്കളിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ കിടന്ന് ഒച്ച വയ്ക്കുകയാണ്. അപ്പോൾ ഒരു കള്ളക്കളിയും ഇല്ല, കറക്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു. ജലജ പുറത്ത് പോയതിൻ്റെ ദേഷ്യ ജലജയ്ക്ക്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കളിക്കും. ഈശ്വര അവസാന റൗണ്ടിൽ അനിയും മൗന്തികയും തന്നെ ഒന്നിച്ചു വരണേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോരുത്തർ പുറത്തു പോയി. ആ സമയത്ത് നന്ദു ഔട്ടായാൽ മതിയായിരുന്നു എന്ന് ജലജ ജാനകിയോട് പറയാം. അങ്ങനെ അവരെല്ലാവരും കളിക്കുന്നു. അവരെല്ലാവരും കളിച്ച് വന്നപ്പോഴത്തേക്കും ആദർശും അതുപോലെ നവ്യയും പുറത്തുപോയി. പിന്നെ കല്യാണം കഴിക്കാനുള്ളവരെല്ലാം ഒന്നിച്ചു വന്നത് കണ്ടോ എന്ന് നമ്മുടെ മുത്തശ്ശി പറയാട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനകം അവസാന റൗണ്ടിൽ നവീൻ മോനും നന്ദു മോളും ഒന്നിച്ച് വന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനക പറഞ്ഞപ്പോൾ അതാ എൻ്റെയും പ്രാർത്ഥന എന്ന് പറഞ്ഞു. പിന്നെ നന്ദുവും നവീനും അനിയും അതുപോലെ അവന്തികയും ഒക്കെയാണ് ബാക്കി വന്നത്. അപ്പോഴത്തേക്കും അടുത്ത കളിയിൽ അവന്തിക പുറത്തുപോയി. അപ്പോൾ കള്ളക്കളിയത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ജലജ കിടന്ന് ഒച്ച വയ്ക്കുമ്പോൾ ഒന്ന് ചുമ്മാതിരിക്കുക ജലജയെ, അവളും അവളുടെ മോളും ഔട്ടാകുമ്പോൾ മാത്രമുള്ളല്ലോ കള്ളക്കളി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശൻ പറയാം. ഇതിലെങ്കിലും സ്വാർത്ഥത പാടില്ല ജലജയെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറയണം. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ നന്ദുവും അനിയും അതുപോലെ നമ്മുടെ നവീനും കൂടെ വന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം അവസാനത്തെ റൗണ്ടിൽ അനിയും നന്ദു ഒന്നിച്ച് വരണം എന്നുള്ളതാണെന്നും നവ്യ പറയുമ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തില്ല ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയന നിൽക്കുമ്പോൾ നമ്മുടെ നവീൻ അവിടെ ഇരുന്ന് മനസ്സിൽ ഇവർ രണ്ടാളും ആണ് ഒന്നിക്കേണ്ടത്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ തോറ്റു കൊടുക്കുമെന്ന് നമ്മുടെ നവീൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നിടത്ത് നന്ദു ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്തും ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.